Hello everyone. So the first chapter is lines and circles. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മാത്തമാറ്റിക്കൽ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ലൈൻസ് കാണാം. അത് സ്ട്രെയിറ്റ് ലൈൻസും ആവാം, അല്ലെങ്കിൽ കർവ്ഡ് ലൈൻസും ആവാം, എന്ന് വെച്ചാൽ വളഞ്ഞ ലൈൻസൊക്കെ ആവാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈൻസൊക്കെ വരുന്നുണ്ട്. അതുപോലെ പാരലൽ ലൈൻസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ലൈൻസ്. ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും അതുപോലെ എൻഡിങ് പോയിൻ്റ് ഉണ്ട്. ഏത് ലൈൻ സെഗ്മെൻ്റ് ആണെങ്കിലും നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻ്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ, മുകളിൽ നിന്ന് താഴോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിൾ നോക്കിയാൽ തന്നെ അറിയാം. നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. അതുപോലെ മുകളിൽ നിന്ന് താഴത്തോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ടാണെങ്കിലും അതൊരു വെർട്ടിക്കൽ ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത്. ഇനി വരുന്നത് സ്ലാൻഡിങ് ലൈനാണ്. ഓക്കെ, ദിസ് ഈസ് സ്ലാൻഡിങ് ലൈൻ. അപ്പോൾ നമുക്ക് സ്ലാൻഡിങ് ലൈന് രണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരയ്ക്കാം. ഒന്ന് റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ സ്ലാൻഡ് ചെരിഞ്ഞുകൊണ്ട് വരയ്ക്കാം. അപ്പോൾ സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചെരിവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് സ്ലാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പാരലൽ ലൈൻസ്. ഉണ്ടല്ലോ പാരലൽ ലൈൻസ് എങ്ങനെയാണ് വരുന്നത്? രണ്ട് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻസ് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഈ ലൈൻ എത്ര നീളമുള്ളതായിക്കോട്ടെ, നമ്മൾ എത്ര നീളമുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരറ്റത്ത് പോലും ഇത് കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടാത്ത ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് പറയുന്നത്. ഞാൻ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്, രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്ട്രെയിറ്റ് ആയി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ, ചെറിയ ചെറിയ ചെരിവുണ്ട് അല്ലേ? ഇത് മുകളിലെ ലൈനിൽ ചെറിയ ചെരിവുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈന് പറഞ്ഞു പാരലൽ ലൈനാണോ അതോ നോട്ട് പാരലൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, നീട്ടി കൊടുക്കുക ഓരോ ലൈനും, എന്നിട്ട് കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മൾ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കെയിൽ ഈ ലൈനിൻ്റെ പോസ്റ്റിൽ തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വരച്ച് കൊടുക്കാം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ നോക്കി ഈ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ വന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പാരലൽ അല്ല. പാരലൽ ആണെങ്കിൽ എത്ര നീട്ടി കൊടുത്താലും ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്. അപ്പോൾ ദിസ് ഈസ് പാരലൽ ലൈൻ ആൻഡ് ദിസ് ഈസ് നോട്ട് പാരലൽ. Now the question is draw a rectangle of 7 cm and 5 cm using set square. സോ നമ്മൾ ആദ്യം സ്കെയിൽ എടുക്കുക, 7 cm വരയ്ക്കുന്നത്. നിങ്ങൾക്ക് 5 cm വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ 7 ആണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം എൻഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. 0ലും അതുപോലെ 7ലും വെച്ചിട്ട് നമ്മൾ എൻഡ് പോയിൻറ്റ് മാർക്ക് ചെയ്ത് ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ആ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും. ഇനി നമുക്ക് വേണ്ടത് എന്താ? 5 cm ലൈനാണ്. അപ്പോൾ സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ റെക്റ്റാങ്കിൾ ആണ്, അപ്പോൾ നമുക്ക് 90 ഡിഗ്രി വേണം അല്ലേ? റെക്റ്റാങ്കിൾ എങ്ങനെയാണ്? ഒരു 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ എൽ ഷേപ്പ് വരുന്ന സൈഡ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബേസ് ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന് നേരെ നമ്മൾ ലൈനിൻ്റെ കൂടെയാണ് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോയിൻറ്റ്, ആ പോയിൻറ്റ് നമ്മൾ ആ സെറ്റ് സ്ക്വയറിൻ്റെ ആ സൈഡ് നോക്കുക, എന്നിട്ട് മെഷർ ചെയ്യുക. ഓക്കെ, നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് തന്നത് വെച്ചാൽ ആ മെഷർമെൻറ്റ് 5 cm മാർക്ക് ചെയ്യുക, ലൈന് വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് പോയിൻറ്റിൽ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഒരു എൽ ഷേപ്പാണല്ലോ, അത് നമ്മൾ ഇങ്ങോട്ട് രണ്ടാമത്തെ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സൈഡിൽ ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, നീട്ടി കൊടുക്കുക. ജസ്റ്റ് റഫായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് സ്ക്വയർ വയ്ക്കുമ്പോൾ ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിലിൻ്റെ ഹെൽപ്പോട് കൂടി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആണോ നോക്കിയിട്ട് നമുക്ക് ആ സെക്കൻഡ് എൻഡ് പോയിൻറ്റ് അല്ലെങ്കിൽ എൻഡ് പോയിൻറ്റിൽ വെച്ചിട്ട് നമുക്കത് ലൈന് വരയ്ക്കാവുന്നേ ഉള്ളൂ. സ്ലൈഡ് കൊണ്ടുവരിക, എന്നിട്ട് ആ പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് ലൈൻ വരയ്ക്കാം. ഏറ്റവും എളുപ്പം നമുക്കൊരു ധൈര്യത്തിൽ എന്താ സ്കെയിൽ യൂസ് ചെയ്യാണ്. അപ്പോൾ സ്കെയിൽ വെക്കുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈൻ ഉണ്ടല്ലോ, അതിന് നേരെ സ്ട്രെയിറ്റായി വെച്ച് കൊടുക്കുക. അതിന് മുകളിലായി സെറ്റ് സ്ക്വയർ വെക്കുക.
ഇനി നമുക്ക് സെറ്റ് സ്ക്വയർ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എവിടെയാണോ വരയ്ക്കേണ്ട പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും ഒരുമിച്ച് വേണം പിടിക്കാൻ, ഒരിക്കലും നീങ്ങിപ്പോവരുത്. ഒരുമിച്ച് പിടിച്ച് നമ്മൾ ആ 5 സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയറിൽ മെഷർമെൻ്റ് എടുത്ത് ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് നമുക്കൊരു ലൈന് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൺഫേം ചെയ്യാം. നമ്മൾ വരച്ച മെഷർമെൻറ്റ് ശരിയാണോ നോക്കണ്ടേ, 5 സെൻറ്റിമീറ്റർ. കാരണം എന്താ, നമുക്ക് മാർക്ക് വേണം അല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യമാണ്, ഒന്ന് കൺഫേം ചെയ്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ആ ടോപ്പ് മുകളിലുള്ള പോർഷനും കൂടി നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം, എങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ ആവുള്ളൂ. ഓക്കെ, നമ്മൾ വിചാരിക്കും സ്കെയിൽ വെച്ചാൽ വരച്ചുകൂടെ, മെഷർമെൻറ്റ് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ നിങ്ങൾ ഓരോ മുതിർന്ന ക്ലാസ്സിൽ എത്തുമ്പോഴും ഓരോ പ്രോപ്പർട്ടീസാണ് പഠിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ല, ഓപ്പോസിറ്റ് ലൈൻസ് ഈക്വൽ ആവാൻ മാത്രമല്ല, നമ്മുടെ ആംഗിൾസ് എന്ന് വെച്ചാൽ ഓരോ പോയിന്റിലെ ആംഗിൾസും പെർപെൻഡിക്കുലർ ആവണം. 90 ഡിഗ്രി കൂടി ആയാൽ മാത്രമേ റെക്റ്റാങ്കിളോ സ്ക്വയറോ നമുക്ക് ആവുള്ളൂ. ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.